ഒരു വർഷമായി കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ ഗർഭം ധരിക്കുന്നില്ല. പരിശോധനകളെല്ലാം നോർമലാണ്. എന്നിട്ടും എന്താണ് പ്രശ്നം? ഇങ്ങനെ ചോദിക്കുന്ന ഒരുപാട് ദമ്പതികളെ ഞാൻ ദിവസവും കാണാറുണ്ട്. പലപ്പോഴും വലിയ അസുഖങ്ങളൊന്നുമല്ല കാരണം. നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില ചെറിയ തെറ്റുകളാണ്. ഇന്ന് ഗർഭധാരണം പ്ലാൻ ചെയ്യുന്ന ദമ്പതികൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന 10 സാധാരണ തെറ്റുകളെക്കുറിച്ച് വിശദമായി നമുക്ക് സംസാരിക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ജയലേഖ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുന്ന എല്ലാ ദമ്പതികളും തീർച്ചയായും അറിയേണ്ട കാര്യങ്ങളാണ്. പലരും കരുതുന്നത് ഗർഭധാരണം എന്നത് ബന്ധപ്പെടുന്ന ദിവസം മാത്രം ശരിയാക്കിയാൽ മതി എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല. ഗർഭധാരണം എന്നത് ഒരു യാത്രയാണ്. ആ യാത്രയിൽ ശരീരം തയ്യാറാക്കണം, മനസ്സ് തയ്യാറാക്കണം, ജീവിതശൈലി തയ്യാറാക്കണം. പലപ്പോഴും നമ്മൾ അറിയാതെ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ പോലും ഗർഭധാരണം വൈകാൻ കാരണമാകാം. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഏറ്റവും സാധാരണയായി കാണുന്ന 10 തെറ്റുകളെ കുറിച്ച് പറയുന്നത്. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് സ്വയം തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ നമുക്ക് ആദ്യത്തെ തെറ്റിൽ നിന്നും തുടങ്ങാം. ഒന്നാമത്തെ തെറ്റെന്ന് പറഞ്ഞാൽ ഗർഭധാരണം ആഗ്രഹിച്ചിട്ടും മുൻകൂട്ടി തയ്യാറെടുപ്പ് നടത്താതിരിക്കുക എന്നതാണ്. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന തെറ്റ്. പല ദമ്പതികളും ഒരു ദിവസം തീരുമാനിക്കും, ഇനി കുഞ്ഞിന് വേണ്ടി ശ്രമിക്കാം. അപ്പോൾ തന്നെ അടുത്ത മാസം ഗർഭം പ്രതീക്ഷിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു വീട് പണിയാൻ തുടങ്ങുമ്പോൾ എന്താണ് ആദ്യം ചെയ്യുന്നത്? അടിത്തറ ഒരുക്കും, പ്ലാൻ തയ്യാറാക്കും, സ്ഥലം പരിശോധിക്കും. അതിനുശേഷമാണ് വീട് പണിയുന്നത്. പക്ഷെ ഒരു കുഞ്ഞു വളരാൻ പോകുന്ന ശരീരത്തിന് വേണ്ട തയ്യാറെടുപ്പ് നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല. ഗർഭധാരണം പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രക്തക്കുറവുണ്ടോ? തൈറോയ്ഡ് പ്രശ്നമുണ്ടോ? ഷുഗർ നിയന്ത്രണത്തിലാണോ? ശരീരഭാരം ആരോഗ്യകരമാണോ? ആവശ്യമായ വിറ്റാമിനുകളും പോഷകങ്ങളും ശരീരത്തിലുണ്ടോ? ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കൂടാതെ ഗർഭധാരണത്തിന് മുമ്പ് തന്നെ ഫോളിക് ആസിഡ് പോലുള്ള സപ്ലിമെന്റുകൾ ആരംഭിക്കേണ്ട സാഹചര്യം പലർക്കും ഉണ്ടാകാം. പക്ഷെ പലരും ഗർഭം സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഇതൊക്കെ തുടങ്ങുന്നത്. അത് വൈകിപ്പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രഗ്നൻസി പ്ലാനിങ് എന്നത് ഗർഭം വരാൻ കാത്തിരിക്കുക മാത്രമല്ല, ഗർഭം വരുന്നതിന് മുമ്പ് ശരീരത്തെയും മനസ്സിനെയും തയ്യാറാക്കുക കൂടിയാണ്. എൻ്റെ ഒരു നിർദ്ദേശം, കഴിയുമെങ്കിൽ ഗർഭധാരണം പ്ലാൻ ചെയ്യുന്നതിന് 3 മാസം മുമ്പ് തന്നെ ഒരു ഡോക്ടറെ കണ്ട് ആവശ്യമായ മാർഗനിർദ്ദേശം സ്വീകരിക്കുക. അത് നിങ്ങളുടെ യാത്ര കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. ഇനി രണ്ടാമത്തെ തെറ്റ് നമുക്കൊന്ന് നോക്കാം. ഓവുലേഷൻ ദിവസം മാത്രം കാത്തിരിക്കുക. ഇതാണ് സോഷ്യൽ മീഡിയ കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്ന മറ്റൊരു തെറ്റ്. പലരും പറയും, ഡോക്ടർ 14ാമത്തെ ദിവസം ഞങ്ങൾ ബന്ധപ്പെട്ടു. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങളുടെ സൈക്കിൾ എത്ര ദിവസമാണ്? അപ്പോൾ അവർ പറയുന്നത്, അതൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. ഇവിടെയാണ് തെറ്റ് വരുന്നത്. എല്ലാവർക്കും ഡേ 14 ആയിരിക്കണമെന്നില്ല ഓവുലേഷൻ നടക്കുന്നത്. 28 ദിവസത്തെ സൈക്കിൾ ഉള്ളവർക്ക് ഒരു രീതിയായിരിക്കും, 30 ദിവസമോ 32 ദിവസമോ സൈക്കിൾ ഉള്ളവർക്ക് മറ്റൊരു രീതിയായിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ ദിവസം ബാധകമല്ല. മറ്റൊരു കാര്യം, അണ്ഡം പുറത്തു വരുന്ന ഒരു ദിവസം മാത്രം പ്രധാനമല്ല. അതിനു മുമ്പുള്ള ഫെർട്ടൈൽ വിൻഡോയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചില ദമ്പതികൾ ഓവുലേഷൻ ദിവസം മാത്രം ബന്ധപ്പെടും. പക്ഷെ ചിലപ്പോൾ ഓവുലേഷൻ അതിനു മുമ്പ് നടന്നിട്ടുണ്ടാകാം. അപ്പോൾ അവസരം നഷ്ടപ്പെടും. അതുകൊണ്ട് കലണ്ടറിൽ ഒരു ദിവസം മാത്രം നോക്കുന്നതിനേക്കാൾ നിങ്ങളുടെ സൈക്കിൾ മനസ്സിലാക്കുകയാണ് പ്രധാനപ്പെട്ടത്. ആവശ്യമെങ്കിൽ ഓവുലേഷൻ കിറ്റ് ഉപയോഗിക്കാം. ശരീരത്തിന്റെ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കാം. ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കാം. അറിവോടെയുള്ള പ്ലാനിംഗ് ആണ് ശരിയായ പ്രഗ്നൻസി പ്ലാനിംഗ്. ഇനി നമുക്ക് മൂന്നാമത്തെ തെറ്റിലേക്ക് പോവാം. ഗർഭധാരണത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം സ്ത്രീയുടെ മേൽ മാത്രം വെക്കുക. ഇതെനിക്ക് വ്യക്തിപരമായി വളരെ വിഷമം തോന്നുന്ന കാര്യമാണ്. ഇന്നും പല കുടുംബങ്ങളിലും ഗർഭം വൈകിയാൽ ആദ്യം കുറ്റപ്പെടുത്തലുണ്ടാകുന്നത് സ്ത്രീകളുടെ പേരിലാണ്. അവളെ മാത്രം പരിശോധനയ്ക്ക് കൊണ്ടുപോകും, അവൾ മാത്രം മരുന്ന് കഴിക്കും, അവൾ മാത്രം മാനസിക സമ്മർദ്ദം അനുഭവിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ഗർഭധാരണം എന്നത് രണ്ടുപേരുടെയും യാത്രയാണ്. പുരുഷന്റെയും സ്ത്രീയുടെയും ആരോഗ്യം ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. പുരുഷന്റെ ബീജത്തിന്റെ ഗുണനിലവാരം, എണ്ണം, ചലനശേഷി എന്നിവയും ഗർഭധാരണത്തെ സ്വാധീനിക്കും. അതുകൊണ്ട് ആവശ്യമുള്ളപ്പോൾ ഇരുവരും ഒരുമിച്ച് പരിശോധന നടത്തണം, ഒരുമിച്ച് ചികിത്സ സ്വീകരിക്കണം, ഒരുമിച്ച് ജീവിതശൈലി മാറ്റണം, ഒരുമിച്ച് പരസ്പരം പിന്തുണയ്ക്കണം. ഗർഭധാരണം ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അതൊരു ദമ്പതികളുടെ സംയുക്ത യാത്രയാണ്. ഈ ഒരു മനോഭാവം തന്നെ പല കുടുംബങ്ങളിലും വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും. ഇനി നാലാമത്തെ തെറ്റെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ ഉപദേശങ്ങളും സ്വീകരിക്കുക എന്നതാണ്. ഉപദേശങ്ങളും വിശ്വസിക്കുക എന്നതാണ്. ഇത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലായി കാണുന്ന ഒരു പ്രശ്നമാണ്. ഒരു വീഡിയോയിൽ പറയും, ഈ ജ്യൂസ് കുടിച്ചാൽ ഉടനെ ഗർഭം ധരിക്കുമെന്ന്. മറ്റൊരു വീഡിയോയിൽ പറയും, ഈ പൊടി കഴിച്ചാൽ ഓവുലേഷൻ ഉറപ്പായും നടക്കും. അപ്പോൾ ആളുകൾ ചിന്തിക്കും, ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം.
പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഓരോ സ്ത്രീയുടെയും ശരീരം വ്യത്യസ്തമാണ്. ഒരു വ്യക്തിക്ക് ഉപകാരപ്പെട്ട ഒരു കാര്യം മറ്റൊരാൾക്ക് അതേപോലെ ഉപകാരപ്പെടണമെന്നില്ല. ഗർഭധാരണം വൈകുന്നതിന് കാരണം എല്ലാവർക്കും ഒരുപോലെയല്ല. ചിലർക്ക് PCOS ആയിരിക്കാം, ചിലർക്ക് തൈറോയ്ഡ് പ്രശ്നമായിരിക്കാം, ചിലർക്ക് പുരുഷന്റെ ബീജവുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരിക്കാം, ചിലർക്ക് ഒരു പ്രശ്നവും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് കാരണമറിയാതെ ഇന്റർനെറ്റിൽ കാണുന്നതെല്ലാം പരീക്ഷിച്ചു നോക്കുന്നത് ശരിയായ മാർഗമല്ല. സോഷ്യൽ മീഡിയ അറിവ് നൽകാൻ നല്ലൊരു വേദിയാണ്, പക്ഷെ ചികിത്സ തീരുമാനിക്കാനുള്ള വേദിയല്ല. അതുകൊണ്ട് എന്തെങ്കിലും മരുന്നോ സപ്ലിമെന്റോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്ടറിനോട് സംസാരിക്കുക. അതാണ് ഏറ്റവും സുരക്ഷിതവും ശരിയായ തീരുമാനവും. ഇനി നമുക്ക് അഞ്ചാമത്തെ തെറ്റെന്താണെന്ന് നോക്കാം. മാനസിക സമ്മർദ്ദത്തെ നിസ്സാരമായി കാണുക. ഇതാണ് അഞ്ചാമത്തെ തെറ്റ്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല ദമ്പതികളും ശരീരത്തിന്റെ ആരോഗ്യം ശ്രദ്ധിക്കും, പക്ഷെ മനസ്സിന്റെ ആരോഗ്യം ശ്രദ്ധിക്കാറില്ല. ഗർഭധാരണം ആഗ്രഹിക്കുന്ന സമയത്ത് എല്ലാ മാസവും പ്രതീക്ഷയോടെ കാത്തിരിക്കും. പിരീഡ് വന്ന വലിയ നിരാശ, അടുത്ത മാസം വീണ്ടും പ്രതീക്ഷ. ഇങ്ങനെ ഓരോ മാസവും ആവർത്തിക്കുമ്പോൾ അറിയാതെ തന്നെ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാകാം. ചിലർ എല്ലാ ദിവസവും ഗൂഗിളിൽ ലക്ഷണങ്ങൾ തിരയും. ഇന്ന് വയറുവേദനയുണ്ട്, ഗർഭമാണോ? ഇന്ന് ക്ഷീണമുണ്ട്, ഗർഭമാണോ? ഇങ്ങനെ ഓരോ ചെറിയ മാറ്റവും ഭയത്തോടെ നോക്കാൻ തുടങ്ങും. ഇത് മനസ്സിനെ വളരെ ക്ഷീണിപ്പിക്കും. ഇവിടെ ഞാനൊരു കാര്യം വ്യക്തമാക്കട്ടെ. സ്ട്രെസ് മാത്രം കാരണം ഗർഭധാരണം നടക്കില്ല എന്ന് പറയാനാവില്ല. പക്ഷെ തുടർച്ചയായ മാനസിക സമ്മർദ്ദം ശരീരത്തിന്റെ സ്വാഭാവിക ഹോർമോൺ പ്രവർത്തനത്തെ ബാധിക്കാനും നിങ്ങളുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കാനും ഇടയാക്കും. അതുകൊണ്ട് പ്രഗ്നൻസി പ്ലാനിംഗ് എന്ന യാത്രയിൽ ശരീരത്തോടൊപ്പം മനസ്സിനെയും ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും കുറച്ച് സമയം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുക, നടക്കുക, യോഗയോ ധ്യാനമോ ചെയ്യുക, പ്രാർത്ഥിക്കുക, പുസ്തകം വായിക്കുക, മനസ്സിന് ശാന്തി നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക. കാരണം ആരോഗ്യകരമായ ഒരു മനസ്സ് ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗമാണ്. ഇനി നമുക്ക് ആറാമത്തെ തെറ്റ് എന്താണെന്ന് നോക്കാം. ഉറക്കവും ജീവിതശൈലിയും അവഗണിക്കുക. ഒരു ചോദ്യം ചോദിക്കട്ടെ, രാത്രി എത്ര മണിക്കാണ് നിങ്ങൾ ഉറങ്ങുന്നത്? എല്ലാ ദിവസവും ഒരേ സമയത്താണോ ഉറങ്ങുന്നത്? അതോ ഓരോ ദിവസവും ഓരോ സമയത്താണോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് ജോലി, മൊബൈൽ, സോഷ്യൽ മീഡിയ ഇതെല്ലാം കാരണം പലരും രാത്രി വളരെ വൈകിയാണ് ഉറങ്ങുന്നത്. രാവിലെ വൈകിയാണ് എഴുന്നേൽക്കുന്നത്. ഭക്ഷണം കഴിക്കുന്ന സമയത്തിലും ഒരു ക്രമമില്ല. വ്യായാമത്തിനും സമയം കണ്ടെത്തുന്നില്ല. ഇതെല്ലാം ദീർഘകാലം തുടരുമ്പോൾ ശരീരത്തിന്റെ സ്വാഭാവിക താളം മാറും. അതുകൊണ്ട് പ്രഗ്നൻസി പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചില ശീലങ്ങൾ രൂപപ്പെടുത്താൻ ശ്രമിക്കുക. സമയത്ത് ഉറങ്ങുക, സമയത്ത് എഴുന്നേൽക്കുക, വീട്ടിൽ തയ്യാറാക്കുന്ന പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക, ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുക, അല്ലെങ്കിൽ ലഘുവായ വ്യായാമം ചെയ്യുക, ധാരാളം വെള്ളം കുടിക്കുക. ഈ ചെറിയ ശീലങ്ങൾ വളരെ ലളിതമാണെന്ന് തോന്നാം, പക്ഷെ ദീർഘകാലം പാലിച്ച ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വലിയ ഗുണം ചെയ്യും. പ്രഗ്നൻസി പ്ലാനിംഗ് എന്നത് ഒരു ദിവസം ചെയ്യുന്ന കാര്യമല്ല, ഒരു ആരോഗ്യകരമായ ജീവിതശൈലി രൂപപ്പെടുത്തുന്ന യാത്രയാണ്. ഇനി നമുക്ക് ഏഴാമത്തെ തെറ്റെന്താണെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് നിരാശപ്പെടുക. ഇതാണ് ഞാൻ ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യം. ഒരു മാസം ശ്രമിച്ചു, ഗർഭമുണ്ടായില്ല. അപ്പോൾ തന്നെ ചിന്ത തുടങ്ങും, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനി എനിക്ക് കുഞ്ഞുണ്ടാകില്ലേ? ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, ആരോഗ്യമുള്ള ഒരു ദമ്പതികൾക്ക് പോലും ഗർഭധാരണം ചിലപ്പം കുറച്ച് സമയം താമസിച്ചേക്കാം. അതുകൊണ്ട് 1 മാസമോ 2 മാസമോ ആയതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല. പലപ്പോഴും ആ ഭയം തന്നെ ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങും. ഓരോ മാസവും പിരീഡ് വന്നാൽ കരച്ചിൽ, ഓരോ മാസവും നിരാശ. ഇത് മനസ്സിനെ തളർത്തും. അതുകൊണ്ട് ക്ഷമ വളരെ പ്രധാനമാണ്. അതോടൊപ്പം എപ്പോൾ ഡോക്ടറിനെ കാണണമെന്നതും അറിയണം. സാധാരണയായി 35 വയസ്സിൽ താഴെയുള്ളവർ 1 വർഷത്തോളം ശ്രമിച്ചിട്ടും ഗർഭധാരണം നടന്നിട്ടില്ലെങ്കിൽ ഡോക്ടറെ കാണുന്നത് നല്ലതാണ്. 35 വയസ്സിന് മുകളിലുള്ളവർക്ക് സാധാരണയായി 6 മാസത്തോളം ശ്രമിച്ചിട്ടും ഗർഭധാരണം നടന്നിട്ടില്ലെങ്കിൽ വൈകാതെ ഡോക്ടറുടെ ഉപദേശം തേടുന്നതാണ് ഉചിതം. അതുകൊണ്ട് അനാവശ്യമായി പേടിക്കരുത്. അതുപോലെ ആവശ്യമായ സമയത്ത് സഹായം തേടാൻ മടിക്കുകയുമരുത്. ഇനി 8ാമത്തെ തെറ്റെന്താണെന്ന് നോക്കാം. ശരീരഭാരത്തെ അവഗണിക്കുക. പലരും ചിന്തിക്കുന്നത് ഭാരത്തിന് ഗർഭധാരണവുമായി എന്താണ് ബന്ധമെന്നാണ്. പക്ഷെ ശരീരഭാരം നമ്മുടെ ഹോർമോണുകളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അമിതവണ്ണമുള്ള ചില സ്ത്രീകളിൽ ഓവുലേഷൻ കൃത്യമായി നടക്കാതിരിക്കാം. അതുപോലെ വളരെ കുറഞ്ഞ ശരീരഭാരവും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇവിടെ ഞാൻ പറയുന്ന മെലിഞ്ഞിരിക്കണമെന്നോ വളരെ വണ്ണം കുറയ്ക്കണമെന്നോ അല്ല, ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുക എന്നതാണ്. ക്രാഷ് ഡയറ്റ് ചെയ്ത് പെട്ടെന്ന് ഭാരം കുറയ്ക്കാൻ ശ്രമിക്കരുത്.
അതുപോലെ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഭാരം കൂട്ടാനും അനുവദിക്കരുത്. ആരോഗ്യകരമായ ഭക്ഷണവും സ്ഥിരമായ വ്യായാമവും വഴി ശരീരത്തെ നല്ല നിലയിൽ നിലനിർത്താൻ ശ്രമിക്കുക. ഇനി നമുക്ക് 9ാമത്തെ തെറ്റ് എന്താണെന്ന് നോക്കാം. ആവശ്യമായ സമയത്ത് ഡോക്ടറിനെ കാണാതിരിക്കുക. ചിലർ വളരെ നേരത്തെ തന്നെ ഭയപ്പെടും. മറ്റു ചിലർ വർഷങ്ങളോളം കാത്തിരുന്നിട്ടും ഡോക്ടറിനെ കാണില്ല. രണ്ടും ശരിയല്ല. ഗർഭധാരണം വൈകുന്നതിന്റെ കാരണം കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് ചിലപ്പോൾ ചെറിയ പരിശോധനകൾ മാത്രം മതിയാകും. അതുകൊണ്ട് സമയം നഷ്ടപ്പെടുത്താതെ ശരിയായ സമയത്ത് ഡോക്ടറുടെ നിർദ്ദേശം തേടുക. ഓർക്കുക, എത്ര നേരത്തെ കാരണം കണ്ടെത്തുന്നുവോ അത്ര എളുപ്പത്തിൽ പരിഹാരത്തിലേക്ക് എത്താൻ പലപ്പോഴും സാധിക്കും. ഇനി 10ാമത്തെ തെറ്റിലേക്ക് നോക്കാം നമുക്ക്. ഗർഭധാരണത്തെ ഒരു പ്രൊജക്റ്റ് ആക്കുക. അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. ഗർഭധാരണം ഒരു പരീക്ഷയല്ല, ഒരു മത്സരമല്ല, ഒരു പ്രൊജക്റ്റ് പോലുമല്ല. ചില ദമ്പതികൾ എല്ലാ ദിവസവും കലണ്ടർ നോക്കും, ഓരോ ലക്ഷണവും പരിശോധിക്കും, ഓരോ മാസവും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യും. ജീവിതത്തിലെ എല്ലാ സന്തോഷവും മാറ്റിവെച്ച് ഒരു ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇത് ദാമ്പത്യ ബന്ധത്തെയും ബാധിക്കാം. ഓർക്കുക, ഒരു കുഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു മനോഹരമായ അനുഗ്രഹമാണ്. അതുകൊണ്ട് ആ യാത്രയും മനോഹരമായിരിക്കണം. പരസ്പരം കുറ്റപ്പെടുത്താതെ, പരസ്പരം പിന്തുണച്ച്, സന്തോഷത്തോടെ, ആത്മവിശ്വാസത്തോടെ ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് നമ്മൾ ഗർഭധാരണം പ്ലാൻ ചെയ്യുന്ന ദമ്പതികളെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന 10 സാധാരണ തെറ്റുകളെ കുറിച്ച് സംസാരിച്ചു. ഈ തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ അവ തിരുത്താൻ ശ്രമിക്കുക. ഒരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, ഗർഭധാരണം എന്നത് ശരിയായ ദിവസം കണ്ടെത്തുന്നതിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. ശരീരത്തിന്റെ ആരോഗ്യം, മനസ്സിന്റെ ആരോഗ്യം, ജീവിതശൈലി, ഭക്ഷണം, പരസ്പര പിന്തുണ ഇതെല്ലാം ഒരുമിച്ച് ചേർന്നാലാണ് ആരോഗ്യകരമായ ഒരു ഗർഭധാരണത്തിനുള്ള നല്ല അടിത്തറ ഒരുക്കാൻ കഴിയുക. അതുകൊണ്ട് ഈ യാത്രയെ ഭയത്തോടെയല്ല, അറിവോടെയും ആത്മവിശ്വാസത്തോടെയും സമീപിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഗർഭധാരണം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയും പ്രഗ്നൻസി പ്ലാനിംഗ്, ഫെർട്ടിലിറ്റി, ഗർഭസംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രീയവും പ്രായോഗികമായ വീഡിയോകൾക്കായി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. ഞാൻ ഡോക്ടർ ജയലേഖ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.